എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വെള്ളപ്പയർ കൊണ്ടൊരു പുളിക്കൂട്ടാനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി വെള്ളപ്പയർ ഞാൻ 8 മണിക്കൂറോളം കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഉപ്പ്, മഞ്ഞപ്പൊടി, കറിവേപ്പില എല്ലാം ചേർത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം കുക്കർ അടച്ചു വെച്ചിട്ട് 2-3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക. വെള്ളപ്പയർ നന്നായി തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്തിട്ട് അതിൻ്റെ കളർ മാറണോടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത്രയും ആയതും അതിലേക്ക് കുറച്ച് തക്കാളി ചേർത്തിട്ട് അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് മസാലക്കൂട്ടുകളൊക്കെ ചേർക്കാം. അതിനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എല്ലാം ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറണോടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ആദ്യം വേവിച്ച് വെച്ചിരുന്ന വെള്ളപ്പയറുണ്ടല്ലോ, അത് വെള്ളത്തോട് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, അത് പിഴിഞ്ഞ വെള്ളവും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ സമയത്ത് ഉപ്പിൻ്റെ അളവ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. തിള വരാൻ തുടങ്ങിയതും അതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടച്ചു വെക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 6 മുതൽ 7 മിനിറ്റ് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. കൃത്യം 7 മിനിറ്റുകൾക്ക് ശേഷം ഞാൻ അടപ്പ് തുറന്നു. പുളിയുടെ പച്ചവാസനയൊക്കെ മാറിയിട്ട് കൂട്ടൻ നന്നായി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനൊരു താളിപ്പ് കൊടുക്കണം. അതിനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വന്നതും അതിലേക്ക് കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ശേഷം കുറച്ച് ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില എല്ലാം ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം കൂട്ടാനിലേക്ക് ചേർത്ത് കൊടുക്കുക. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു നാടൻ പുളിക്കറി അഥവാ പുളിക്കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. ഇതിൽ ചിലവർ തേങ്ങയൊക്കെ അരച്ചൊഴിക്കാറുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാതെ തന്നെ ഈ കൂട്ടാൻ നല്ല സ്വാദുള്ളതായിരിക്കും. ഞാൻ സാധാരണ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ്. നിങ്ങൾ ഇങ്ങനെ അല്ല ഉണ്ടാക്കുന്നതെങ്കിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്തായാലും ഇഷ്ടപ്പെടും. ഞാൻ ഈ ചാനലിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി കാണാം. എല്ലാവർക്കും നന്ദി.